Hi, good morning to all. As we told you earlier, today we are going to clear the doubts of the subscribers. That is, when do we use the same word when, എപ്പോൾ and അപ്പോൾ meaning. That means, ഇപ്പം മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം, എപ്പോൾ എന്ന വാക്കിന് വെൻ എന്ന വാക്കിന് എപ്പോൾ എന്നും അപ്പോൾ എന്നും മീനിങ് ഉണ്ട്. അതിൽ നമ്മൾ എപ്പോൾ എന്ന വാക്ക് എപ്പോൾ ഉപയോഗിച്ചാലാണ് വെന്ന് എപ്പോൾ എന്ന മീനിങ് കിട്ടുന്നത്. അതൊരു കോംപ്ലിക്കേഷൻ ആയിപ്പോയി അല്ലേ. വെൻ എന്ന വേർഡിന് അപ്പോൾ എന്നും എപ്പോൾ എന്നും അർത്ഥം ഉണ്ട് എങ്കിൽ എങ്ങനെ ഉപയോഗിച്ചാലാണ് അതിന് അപ്പോൾ എന്ന് മീനിങ് കിട്ടുന്നത് അല്ലെങ്കിൽ എപ്പോൾ എന്ന് മീനിങ് കിട്ടുന്നത് എന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ ദൗത്യം. അതിനോടുകൂടി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നു, അത് സാധാരണ നമുക്ക് എപ്പോഴെന്നും അപ്പോഴെന്നും അർത്ഥമുണ്ട് എന്ന് പറയുന്നതല്ലാതെ എങ്ങനെ ഉപയോഗിച്ചാൽ അതിനെ നമുക്ക് എപ്പോൾ എന്ന വാക്കിന് അപ്പോൾ എന്ന മീനിങ് ഈ സെയിം വേർഡിന് കൊടുക്കാനാവുമെന്ന്. അതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അതായത് അതുപോലെ തന്നെ വേറൊരു വേർഡ് കൂടെ നമ്മൾ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു അത്? ഡോണ്ട്. അതിൻ്റെയും കാര്യം ഇപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദി ബോർഡ്. ഓക്കെ, ഇങ്ങോട്ട് നോക്കൂ. വെൻ എന്ന വേർഡാണ് നമ്മൾ ആദ്യമേ പറയാൻ പോകുന്നത്. വെന്നിന് എപ്പോൾ എന്നും അപ്പോൾ എന്നും അർത്ഥമുണ്ട്. അതാണ് ഇവിടെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള നിൽക്കുന്ന വേർഡ്. ഈ വെൻ എന്ന വേർഡ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. നോക്കൂ, വെൻ ദേ റീച്ച്ഡ് ഹിയർ. വെൻ ദേ റീച്ച്ഡ് ഹിയർ എന്ന് പറഞ്ഞാല് ഇവിടെ വെൻ ഉപയോഗിച്ചിരിക്കുന്നു. നമ്മള് ഈ വെൻ ഉപയോഗിച്ചിരിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഇവിടെ വന്നത് അപ്പോൾ, ചേർന്നപ്പോൾ എന്ന് പറഞ്ഞാല് വെൻ ദേ റീച്ച്ഡ് ഹിയർ എന്ന് പറഞ്ഞാല് അവർ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ. ഇവിടെ വെന്നിന്റെ അർത്ഥം എങ്ങനെ വന്നു? അപ്പോൾ എന്ന് വന്നു. അതുപോലെ തന്നെ വെൻ ഷീ റോട്ട് ഇറ്റ് എന്ന് പറഞ്ഞാലോ ഇവിടെ ഈ വെന്നിനും അത് തന്നെ മീനിങ് വന്നു, അപ്പോൾ. വെൻ ഷീ റോട്ട് ഇറ്റ് മീൻസ് അവൾ അത് എഴുതിയപ്പോൾ, അപ്പോൾ എന്ന മീനിങ് വന്നു. എന്നാൽ ഇതേ സെയിം വെന്ന് നമ്മൾ ഇവിടെ ഉപയോഗിച്ചു. ഈ വെന്ന് നമ്മൾ ഇവിടെ ഉപയോഗിച്ചപ്പോൾ വെൻ ഡിഡ് യു കം, വെൻ ഡിഡ് യു കം ചോദിച്ചപ്പോൾ നിങ്ങൾ ആ എപ്പോൾ തന്നെയാണെന്ന് ഓർക്കണേ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ല, യാതൊരുവിധ മിസ്റ്റേക്സുകളും ഇല്ല. വെൻ ഡിഡ് യു കം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എപ്പോൾ വന്നു എന്നായി. ഈ അപ്പോഴും എപ്പോഴും ഇത് എങ്ങനെ ഉപയോഗിച്ചാലാണ് നമുക്ക് ഈ എപ്പോൾ എന്ന വാക്കിനെ അപ്പോൾ എന്ന വാക്കായിട്ട് അർത്ഥം വരുന്ന രീതിയിൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ ഇത് തന്നെ ഈ മുകളിൽ എഴുതിയ അതേ സെന്റൻസ്, വെൻ വിൽ ദേ റീച്ച് ഹിയർ. വെൻ ദേ റീച്ച് ഹിയർ എന്നുള്ളത് ഈ വില്ല് ചേർത്ത് വെച്ച് വെൻ വിൽ ദേ റീച്ച് ഹിയർ എന്ന് പറഞ്ഞപ്പോൾ ഇത് അതേ വാക്ക് തന്നെ ഇവിടെയും ഇവിടെ അപ്പോൾ എന്ന് വന്നതാണേ, അത് തന്നെ എപ്പോൾ എന്ന മീനിങ് വന്നിരിക്കുന്നു. എപ്പോൾ എന്ന മീനിങ് വന്നിരിക്കുന്നു ഒന്ന് ശ്രദ്ധിച്ചേ. ഈ എപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് വരുന്നത് എന്നതാണ് നമുക്ക് കൺഫ്യൂഷൻ വന്നിരിക്കുന്നത്. നമുക്കല്ല, കുറെ അധികം കൂട്ടുകാർക്ക് കൺഫ്യൂഷൻ വന്നിരിക്കുന്നു. പറയുന്ന വെന്നിന് എപ്പോഴെന്നും അപ്പോഴെന്നും അർത്ഥമുണ്ടെന്ന്. പക്ഷെ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചാലാണ് ഇതിന്റെ മീനിങ് ചേഞ്ച് ആവുന്നത് എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂട്ടുകാരെ, ഇത് മാത്രമേ ഉള്ളൂ. വെൻ കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഉപയോഗിച്ച വാക്ക് ഏതാണെന്നൊന്ന് നോക്കൂ. വെന്നിന് ശേഷം നമ്മൾ ഇവിടെ ചേർത്തത് ഒരു പ്രൊനൗൺ ആണ്. പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ നൗണിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നമ്മള് രാമാൻ സീത എന്ന് പറഞ്ഞാൽ രണ്ടുപേരുണ്ട്. അത് പ്ലൂറൽ ആണെങ്കിൽ അതിന്റെ പ്രൊനൗൺ ആയിട്ട് നമ്മള് വീണ്ടും പറയുമ്പോൾ ദേ എന്ന് പറയൂ അല്ലേ. അത് ആ ദേ എന്ന പ്രൊനൗൺ നൗണോ പ്രോനൗണോ വെന്നിന് ശേഷം നൗണോ പ്രോനൗണോ നമ്മൾ ചേർക്കുകയാണെങ്കിൽ ആ വെന്നിന്റെ അർത്ഥം അപ്പോൾ എന്ന് വരും. അതുപോലെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അത് തന്നെയാണ് ഇവിടെ പറ്റിയത്. വെൻ ഷീ റോട്ട് ഇറ്റ് എന്ന് പറഞ്ഞാല് വെന്നിന് ശേഷം ഷീ എന്ന പ്രൊനൗൺ ഇവിടെ നമ്മൾ ചേർത്തിരിക്കുന്ന ആ സമയത്ത് ഈ വെൻ എന്ന വാക്കിന് അപ്പോൾ എന്ന് മീനിങ് കിട്ടി. എന്നാൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വെന്നിന് ശേഷം ഈ പ്രൊനൗൺ വന്നിരിക്കുന്നത് എവിടെ? ഇതിനിടയ്ക്ക് വേറൊരെണ്ണം തിരികെ കയറി വന്നിട്ടുണ്ട്. ഒന്ന് നോക്കൂ, ഡിഡ് എന്ന വാക്ക് കയറി വന്നു. ഡിഡ് ഒരു ഓക്സിലറി ആണ്. ഡിഡ് എന്ന ഓക്സിലറി കയറി വന്നതിന് ശേഷമാണ് നമ്മൾ ഈ യു ചേർത്തത്.
അങ്ങനെയായപ്പോൾ ഈ വെന്നിന്റെ അർത്ഥം ജസ്റ്റ് നേരെ തിരിഞ്ഞ് എപ്പോൾ എന്ന് വന്നു. കാരണം വെന്നിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് നൗണോ പ്രോനൗണോ വരികയാണ് എങ്കിൽ അതിന് അപ്പോൾ എന്നർത്ഥം വരുമെന്നും ഇവിടെ ഈ വെന്നിന് മുകളിൽ പറഞ്ഞിരിക്കുന്ന അതേ വേർഡ് വെന്നിന്റെ ഇടയ്ക്ക് ഒരു വിൽ എന്ന ഒരു ഈ വിൽ എന്ന ഒരു ഓക്സിലറി കയറി വന്നു. ഈ ഓക്സിലറി സഹായക ക്രിയ, ഈ സഹായക്രിയ കയറി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആ ദേ ചേർത്ത് എഴുതി കഴിഞ്ഞപ്പോൾ വെൻ വിൽ ദേ റീച്ച് ഹിയർ എന്നായപ്പോൾ അവർ എപ്പോൾ ഇവിടെ എത്തും എന്നായി. അതാണ് ഈ എപ്പോഴും അപ്പോഴും ആയിട്ട് ഈ വെന്നിന്റെ വാക്കുകളുടെ അർത്ഥം മാറിപ്പോകുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, ഇതേ രീതിയിലാണ് ഡോണ്ട് നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഇത് കേൾക്കാത്തവർക്ക് വേണ്ടി മാത്രം ഇത് വീണ്ടും ഒരു റിവിഷൻ ആയിട്ട് പോവരുത്. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചോണം. ഇനി ഇത് പറയുകയല്ല. ഇത് ഈ ഡോണ്ടും അതേ രീതിയിൽ വരും, പക്ഷെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരും. അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് വെൻ വി യൂസ് ദിസ് വെൻ ജസ്റ്റ് ബിഫോർ എ pronoun or noun, its meaning will be upon, and when we use when just in between this you and when, if there is any auxiliary words, the meaning will change as എപ്പോൾ. വെന്നിന്റെ ഇടയ്ക്ക് ഓക്സിലറീസ് ഏതെങ്കിലും കയറി വന്നാൽ ഈ വെന്നിനും പ്രൊനൗണിനും ഇടയ്ക്ക് ഏതെങ്കിലും വേർഡ്സ്, ഓക്സിലറി വേർഡ്സ് ഏതെങ്കിലും കയറി വന്നാൽ അതിന് എപ്പോൾ എന്ന് മീനിങ്ങും, ഡയറക്റ്റ് ആയിട്ട് ഇത് മാത്രം ഉള്ളെങ്കിൽ അപ്പോൾ എന്നും മീനിങ് വരും എന്നത് കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. ദെൻ ലെറ്റ്സ് ഗോ ടു ദി നെക്സ്റ്റ് വേർഡ് ഡോണ്ട്. ഓക്കെ, ഇവിടെ ഇങ്ങോട്ട് നോക്കുകയെ നമുക്ക് ക്ലിയർ ചെയ്യേണ്ട വേർഡ് ഡോണ്ട് ആണ്. ഡോണ്ടിന്റെ മീനിങ് ഇല്ല അല്ലെങ്കിൽ ഇല്ലേ എന്നും വരും, അതുപോലെ അരുത് എന്നും വരും. എപ്പോഴാണ് ഇതിന്റെ വ്യത്യാസം, അർത്ഥവ്യത്യാസം വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ വെന്നിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു വെൻ ആഫ്റ്റർ നൗൺ ഓർ പ്രോനൗൺ ആണെങ്കിൽ അപ്പോൾ വരും. വെന്നിന് ശേഷം വില്ല് കഴിഞ്ഞിട്ട് വില്ലോ ഷാളോ ഡുവോ ഡസോ അങ്ങനെ പ്രൊനൗൺ ഓക്സിലറി വെർബ്സ് ഏതെങ്കിലും കഴിഞ്ഞിട്ട് നൗണോ പ്രോനൗണോ വരുവാണെങ്കിൽ എപ്പോഴാണെന്ന് വരുമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഇവിടെ വരുന്നത് എന്താണെന്ന് അറിയാവോ? ജസ്റ്റ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. ഡോണ്ട് എന്ന വാക്കിന് ശേഷം നൗണോ പ്രോനൗണോ വന്നതിന് ശേഷമാണ് ഈ ഒരു വെർബ് വരുന്നത് എങ്കിൽ അതിന് ഇല്ലേ എന്നർത്ഥം വരും. ഡോണ്ട് യു നോ, നിങ്ങൾക്ക് അറിയില്ലേ. ഡസിൻറ്റ് ഷീ ലൈക്ക്, അവൾക്ക് ഇഷ്ടമല്ലേ. ഇത് കണ്ടോ, ഈ ഓക്സിലറി വെർബ്സിന് ശേഷമാണ് നൗണോ പ്രോനൗണോ വന്നിരിക്കുന്നത്, അതിനുശേഷം വെർബ് വരും. പക്ഷേ ഈ അരുത് എന്ന വാക്ക് കിട്ടണം എങ്കിൽ നമ്മൾ ഇത് കഴിഞ്ഞ് ഉടനെ, അതായത് ഈ ഇവിടെ ഈ വെർബിനാണ് സ്ഥാനം, അല്ലാതെ ഇവിടെ ഈ നൗണോ പ്രോനൗണിനോ അല്ല ഇവിടെ സ്ഥാനം വന്നിരിക്കുന്നത്. ഇവിടെ ഡോണ്ട് എന്ന വാക്കിന് ശേഷം വെർബ് വരികയാണ് എങ്കിൽ അതിന്റെ ഇല്ല അല്ലെങ്കിൽ ഇല്ലേ എന്ന വാക്കിന്റെ അർത്ഥം അരുത് എന്ന് മാറിപ്പോകും. അതാണ് ഡോണ്ട് ടേക്ക് ഇറ്റ്, അത് എടുക്കരുത്. ഡോണ്ട് സ്റ്റാൻഡ് ദേർ, അവിടെ നിൽക്കരുത്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, ഡോണ്ടിന് ശേഷം ഈ അവിടെ ഓർക്കേണ്ടതുപോലെ തന്നെ ഓർക്കേണ്ട കാര്യമാണ്. ഡോണ്ടിന് ശേഷം ഡോണ്ട് പ്ലസ് ഏതാണ് നൗണോ ഓർ പ്രോനൗൺ. നൗൺ ഓർ പ്രോനൗൺ വന്നതിന് ശേഷം ആയിരിക്കും അതിന് ശേഷം പ്ലസ് വെർബ് വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം എങ്ങനെ വരും? ഇല്ലേ അല്ലെങ്കിൽ ഇല്ല എന്ന്, ഇല്ല അല്ലെങ്കിൽ ഇല്ല, ഇല്ലേ എന്ന് വരും. ഇല്ലേന്ന്, ഇഷ്ടമല്ല അല്ലേ, അങ്ങനെയൊക്കെ വരും. പക്ഷേ ഈ ഡോണ്ടിന് ശേഷം, ഡോണ്ട് എന്ന വാക്കിന് ശേഷം നമ്മൾ വെർബ് ഡയറക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ അതിന്റെ അർത്ഥമാണ് അരുത് എന്നു വരുന്നത്. Is it clear to you? Okay, come on. Okay, now is it clear to you?
നിങ്ങൾക്ക് മനസ്സിലായോ ഇതെങ്ങനെയാണെന്ന്? ഇതൊരിക്കൽ പറഞ്ഞതായതുകൊണ്ട് ഇതിന് കൂടുതൽ വിശദീകരണം നൽകുന്നില്ല. ഇതുപോലെയുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യായമായ സംശയമാണ്, നിങ്ങൾക്ക് ചോദിക്കാം. ഐ ആം റെഡി ടു ഹെൽപ്പ് യു ടു ക്ലിയർ യുവർ ഡൗട്ട്. വൈൽ ക്ലിയറിംഗ് യുവർ ഡൗട്ട് I will help you. I do promise you that. Okay, see you in the next class with a new topic. Till then, bye.